മലപ്പുറത്തെ ഒരു സർക്കാർ എയ്ഡഡ് LP സ്കൂളിൽ ട്രാഫിക് നിയമങ്ങൾ വെറും പാഠഭാഗങ്ങളല്ല. അവ കുട്ടികളുടെ നിത്യജീവിതത്തിലെ ശീലങ്ങൾ കൂടിയാക്കി മാറ്റുകയാണ് ഇവിടെ. തേഞ്ഞിപ്പലം എളമ്പുലാശ്ശേരി LP സ്കൂളിലെത്തിയാൽ 2 വരി പാതയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികൾ ഓടിച്ചു പോകുന്ന വാഹനങ്ങളും ഗതാഗതം നിയന്ത്രിക്കുന്ന ട്രാഫിക് പോലീസും എല്ലാം കാണാം. ഈ ട്രാഫിക് സ്കൂളൊന്ന് കണ്ടുവരാം. കയ്യിൽ വരുന്നത് വണ്ടി മുഖവണ്ടി ഏത് കളർ കാണുമ്പോഴാണ് ഇത് നമ്മുടെ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ പാഠപുസ്തകങ്ങളിലെ ചില ഭാഗങ്ങളാണ്. ഈ സ്കൂൾ മുറ്റം ഒരു ട്രാഫിക് പാർക്കാക്കി മാറ്റിയിരിക്കുകയാണ് മാനേജ്മെന്റും അധ്യാപകരും. ഇവിടെ കളിയിലൂടെ പഠിപ്പിക്കുന്നത് ജീവിതത്തിലാകെ പ്രായോഗികമാക്കേണ്ട ഗതാഗത നിയമങ്ങളും റോഡ് മര്യാദകളുമാണ്. ഹെൽമറ്റ് ധരിച്ച് ഇരുചക്രവാഹനം ഓടിക്കുന്നവർ, കൃത്യമായി വശങ്ങൾ ചേർത്ത കാറുകൾ ഓടിക്കുന്ന കുട്ടി ഡ്രൈവർമാർ, അങ്ങനെ എല്ലാവരും മുഴുവൻ നിയമങ്ങളും പാലിക്കുന്നു എന്ന് തന്നെ ബോധ്യമാകും. പാഠപുസ്തകത്തിലെ കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനായി ഈ പാർക്ക് നമുക്ക് ഉപകാരമായി. ഇതിലൂടെ നമ്മൾ എങ്ങനെയാണ് ഏത് വശത്തു കൂടെയാണ് സൈക്കിൾ ഓടിക്കേണ്ടതെന്നും എങ്ങനെയാണ് നടക്കേണ്ടതെന്നും ട്രാഫിക് ലൈറ്റുകൾ എന്തിനൊക്കെ ഉപയോഗിക്കേണ്ടതെന്നും പഠിപ്പിക്കുന്നു. പാഠപുസ്തകത്തിലെ തിയറിക്കൊപ്പം പ്രാക്ടിക്കൽ പഠനവും കൂടിയാകുമ്പോൾ റോഡ് സുരക്ഷയെക്കുറിച്ച് കുട്ടികൾക്ക് വേഗത്തിൽ മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. കുട്ടികൾക്ക് റോഡ് സുരക്ഷയുടെ ബാലപാഠങ്ങൾ ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കുക, ട്രാഫിക് നിയമങ്ങളനുസരിച്ച് വളരുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എളമ്പുലാശ്ശേരി സ്കൂളിൽ ട്രാഫിക് പാർക്ക്, മിനി പാർക്ക് ഒരുക്കിയത്. ഇവിടെ മക്കൾ സീബ്ര ലൈനിലൂടെ എങ്ങനെയാണ് ക്രോസ് ചെയ്യേണ്ടത്, ട്രാഫിക്കിൻ്റെ ലൈറ്റുകൾ ഗ്രീന്, യെല്ലോ, റെഡ് കളറുകൾ എന്തിനൊക്കെയാണ് സൂചിപ്പിക്കുന്നത്, ഇതൊക്കെ കുട്ടികളെ വ്യക്തമായി ലൈവായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നു. ഒരു വിഭാഗമായി മാറാൻ വേണ്ടി എന്ന ലക്ഷ്യത്തോടെയാണ് റോഡ് സുരക്ഷ, ജീവിത സുരക്ഷ എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളൊരു മിനി ട്രാഫിക് പാർക്ക് സ്കൂളിൽ ഒരുക്കിയത്. ഇവിടെ കളിപ്പാട്ടങ്ങൾ ഈ കുട്ടികൾക്ക് കളിക്കാൻ മാത്രമല്ല പഠിക്കാൻ കൂടിയുള്ളതാണ്. റോഡ് നിയമങ്ങൾ മനഃപ്പാഠമാക്കുന്ന ഒരു പുത്തൻ തലമുറ കൂടി വളർന്നു വരികയാണ് ഇതിലൂടെ. ശാന്തകുമാർ വെള്ളാലത്ത്, ന്യൂസ് മലയാളം, മലപ്പുറം.